പറഞ്ഞോ. ഞാൻ സീരിയസ് ആയിട്ട് പറയോ, അതേപോലെ വേറൊരുത്തുണ്ട് മോളെ. ഈ പരീക്ഷ ഞാൻ നേരത്തെ എഴുതിയിട്ട് അതിനുള്ള റാങ്ക് പിടിച്ചിട്ട് നിൽക്കുക. അച്ഛൻ എന്താ ഒരു ആവേശമില്ലാത്തെ? തല്ലുകൊള്ളാൻ താല്പര്യമില്ലാത്തോണ്ട് തന്നെയാ. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത്രയും നാളെ 2 ഗാഥയുണ്ടെന്ന് പറഞ്ഞ് അതിന് തെളിവ് കൊടുക്കാൻ നടക്കല്ലായിരുന്നു അച്ഛനും അമ്മയും. അച്ഛൻ തെളിവടക്കം 2 പേരും ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. മോള് ചെല്ല്. അച്ഛനെ തല്ല ആവശ്യമുള്ളപ്പോ അച്ഛൻ എരന്ന് വാങ്ങിച്ചോളാം. ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല, പ്ലീസ്. അച്ഛന്റെ വാക്ക് പാലിക്കണ്ടേ? എല്ലാവരുടെ മുന്നിൽ തെളിവ് കൊടുക്കണ്ടേ? അച്ഛന് വേണ്ടിയല്ല ഞാൻ പറയുന്നേ. അച്ഛൻ എന്റെ കൂടെ ഒന്ന് വന്നേ. അച്ഛൻ വാച്ച. അച്ഛൻ നാഗത്തന്മാരുടെ മുന്നിൽ സത്യം ചെയ്തല്ലേ? അച്ഛനത് തെളിയിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നേ. അച്ഛൻ 2 ഗാഥ ഇവിടെയുണ്ട്, ഈ പകൽ വെട്ടത്തില്. നീ പറയുന്ന സത്യമാണോ? ആ പിന്നല്ലാതെ. എനിക്ക് ഭ്രാന്തുണ്ടോ? അതുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. ഒരു കഥ വീടിന് പുറത്ത് നിൽക്കുന്നുണ്ട്, ഒരാള് വീടിനകത്തും ഉണ്ട്. ആ തോന്നലുകൾ വരുമ്പോ അങ്ങനെയാണ് മോളെ. ഇതുവരെ എനിക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് മോളെ. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. 2 പേരെ നമുക്ക് കയ്യോടെ പിടിക്കണം. അച്ഛൻ എന്താ ഈ ആലോചിക്കുന്നേ? ഒരു കഥ നിൽക്കുന്നതും വേറൊരു കഥ വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ 2 കഥയും കൂടി എന്തിനാ ഒരുമിച്ച് വരുന്നത്? അച്ഛാ, അവര് 2 പേരും ഒരേ വേഷത്തിലാ, ഒരേ പെരുമാറ്റവും. അപ്പൊ അതിന്റെ ഒക്കെ പുറകിൽ എന്തോ കനത്ത ഉദ്ദേശമുണ്ട്. ഇപ്പൊ തന്നെ പിടിച്ചേക്കല്ലേ മോളെ? പിന്നെ എപ്പോ പിടിക്കാൻ അച്ഛൻ വന്നേ? എന്റെ നാഗദൈവങ്ങളെ, ഉദയൻ അടുത്ത തല്ലുകൊള്ളാൻ തയ്യാറാ? ഞാനെന്താ ഈ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്? എന്റെ പൊന്നു നാഗദൈവങ്ങളെ, അത് മായ്ച്ചിട്ട് ഈ പ്രാർത്ഥന അങ്ങ് എടുത്തോളണേ. എന്തെങ്കിലും ഒരു ആൾമാറാട്ടം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണേ. അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ മോളെ. അച്ഛൻ പുറത്തേക്ക്, ഞാൻ അകത്തേക്ക്. കാര്യമൊക്കെ ശരി. എവിടേക്കാ 2 പേരും കൂടെ? ഞങ്ങൾ പോവാ. എങ്ങോട്ട് പോകുന്നു? ഓരോടത്തേക്കും പോവണ്ട, ഇവിടെ നിന്നാ മതി. എന്താ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോ ഞാൻ വ്യക്തമാക്കി തരാം. ഈ വേഷം കെട്ടാരും കണ്ടുപിടിക്കില്ലെന്നാണോ വിചാരിച്ചേ? ഒരു വീടിനകത്ത് ഒരേപോലത്തെ 2 പേര്, എന്നിട്ട് 2 പേരും കൂടെ ആൾക്കാരെ അങ്ങ് കളിപ്പിക്കാം. ഇതിന്റെ സത്യം ഇന്ന് തെളിയിച്ചിട്ടേ ഉള്ളൂ. അതോടെ 2 പേർക്ക് ഇവിടുന്ന് പുറത്തു പോവാം. അതെ, നീ എവിടെ പോവാ? ഞാൻ എവിടെ പോയി നിനക്കെന്താ? നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നീ നോക്കിക്കോ, പക്ഷേ എന്നെ അനുസരിപ്പിക്കാൻ വരല്ലേ. കൂട്ടിന് കൊണ്ടുവന്ന ആള് കൊള്ളാം, പക്ഷെ സാഹചര്യം ശരിയല്ല മോളെ. ഇത്രയും നാള് നിങ്ങൾ 2 പേരുണ്ടെന്ന് എന്റെ അച്ഛൻ പറഞ്ഞത് ഈ വീട്ടിൽ ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാനത് പറയും, ഞാനത് തെളിയിക്കുകയും ചെയ്യും. ഇപ്പൊ നീ എന്റെ മുമ്പിലുണ്ടല്ലോ. എന്റെ അച്ഛൻ അവളെ തേടി കണ്ടുപിടിക്കുന്നുണ്ട്. സുമിത്രേ, നീ മിണ്ടാതിരിക്കേ. അച്ഛനും അമ്മയും മോളും കൂടി കുറെ നാളായിട്ട് തെളിവ് അന്വേഷിച്ച് നടക്കുന്നു. അവര് തെളിവ് തരട്ടെ. അതെ, തരുന്ന തെളിവ് കാണുമ്പോ ആരും ഞെട്ടരുത്. നവീനം കൂടെ വിളിച്ചോണ്ട് വരാം. അടുത്തതന്നെ ഇപ്പൊ കൊണ്ടുവരും. ഇതിന്റെ ഈ നിൽക്കുന്നതിന്റെ അതിന്റെ ഫോട്ടോ സെറ്റ്. അപ്പഴാ ഇവിടെ ചിലരൊക്കെ ഞെട്ടാൻ പോകുന്നതും കെട്ടി നോക്കി ചാവാൻ പോകുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഞാൻ നോക്കിക്കോളാം. അതെ, ഗാഥ എവിടെ? ഗാഥ അവിടെ ഉണ്ടല്ലോ. അവിടെ ഒരു ഗാഥയുണ്ട്. ഇവിടെ നിന്നിരുന്ന ഗാഥ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അവിടെ ഒരു ഗാഥ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഗാഥ വരുന്നത് എങ്ങനെയാ? അനിയൻ സാറിന് വേണ്ടി ചെക്ക് ഏറ്റുവാങ്ങിയ ഗാഥയില്ലേ, ആ ഗാഥ എവിടെയെന്നാ ചോദിച്ചേ. ഓ, ആ ഗാഥ. നീ വാ, ഞാൻ കാണിച്ചു. അല്ല, അവിടെ ഒരു ഗാഥ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഗാഥ. ഈ കീർത്തി ചെക്ക് വാങ്ങിയ ഗാഥയല്ലേ? ഇതാ നിൽക്കുന്നു. ഇതിവിടെ ഉണ്ടായിരുന്ന ഗാഥയാ.
അയാളുടെ കൂടെ വന്ന് ചെക്ക് ഏറ്റ് വാങ്ങിയ ഗാഥ എവിടെയെന്നാ ഞാൻ ചോദിക്കുന്നത്. ഗാഥ അനിയൻ സാറിന്റെ കയ്യിൽ നിന്ന് ചെക്കേറ്റ് വാങ്ങിയത് താനല്ലേ? അതെ. പിന്നെ ഈ കീർത്തി എന്താ പറയുന്നേ? ഞാൻ സമ്മതിക്കില്ല. ഞാൻ രണ്ടുപേരും ഒരുപോലെ കണ്ടതാ. എടാ മോനെ നവീനെ, ഈ നിൽക്കുന്നത് ഗാഥയാണെന്ന് സംഭവിച്ചു. പക്ഷേ ഈ ഗാഥയല്ല മറ്റേ ഗാഥ, മറ്റേ ഗാഥയല്ല ഈ ഗാഥ. കാലങ്ങളായി രണ്ട് ഗാഥമാരും ഒറ്റ ഗാഥയിൽ നിന്നും നമ്മളെ എല്ലാവരെയും പറ്റിച്ചോണ്ടിരിക്കുക. ഇവരോട് ചോദിക്കും, അവള് സത്യം പറയും. സത്യം പറഞ്ഞില്ലെങ്കിൽ അവളുടെ കരണക്കുറ്റിയെ കൊറണം കൊടുക്കടാ, അപ്പൊ സത്യം പറയോ? എടാ നവീനെ ചോദിക്കടാ, ഇവള് ഇത്രയും കാലം ആരുടെയൊക്കെ കൂടെ ചേർന്നിട്ടാ നമ്മളെയൊക്കെ പറ്റിച്ചെന്ന് ചോദിക്കടാ. എന്തിനാ ഈ ആൾമാറാട്ടം നടത്തുന്ന ചോദിക്കടാ. ആൾമാറാട്ടം നടത്തുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അനിയൻ സാറിന്റെ കൂടെ വന്ന മോളിക്കുട്ടിയില്ലേ, അവളെ കേറി പിടിച്ചു നിന്റെ ഈ അമ്മാവൻ. സുമിത്രേ, അറിയാ കേറി പിടിച്ചതല്ല. പിന്നെ ഞാൻ നോക്കുമ്പോ ആരില്ലാത്ത സ്ഥലത്ത് അവളിങ്ങനെ പതുങ്ങി നിൽക്കുന്നു. ഇതാണ് സൗകര്യം ഓർത്ത് അപ്പ ഞാൻ കയറി പിടിച്ചതാ. നാണമല്ലല്ലോ അമ്മാവന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഇവിടെ നിൽക്കുന്നില്ലേ മറ്റേ ഗാഥ, ആ ഗാഥയാണെന്ന് കരുതിയാണ് ഞാൻ മറ്റോളെ കയറി പിടിച്ചത്. ഇപ്പോഴത്തേക്കും അവള് രക്ഷപ്പെട്ടു പോയി, മറ്റോള് എന്റെ കയ്യിലും ആയി പോയി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, ആ പെൺകുട്ടിയെ കയറി പിടിച്ചത് മറ്റാരും ചോദിക്കാതിരിക്കാൻ വേണ്ടിയാ. ഗാഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഈ